സ്തോത്രം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാമത്തെ അധ്യായം അതിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 Chronicles 21. സ്തോത്രം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വേദവാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രായേലിലും കൂടെ സഞ്ചരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകലിൽ കർത്താവ് നമുക്ക് കൈമാറി തന്നിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേർ കൊണ്ട ദാവീദ്. സ്തോത്രം. ദാവീദിനെ അങ്ങനെയാണ് തിരുവചനം പരിചയപ്പെടുത്തുന്നത്. ഇസ്രായേലിന്റെ മധുരഗായകൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ സ്തോത്രം ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനായിട്ട് സ്തോത്രം ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. 21-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം ദാവീദിന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന സ്തോത്രം ഒരു തെറ്റായ തീരുമാനമെടുത്തത് മൂലമുണ്ടായ സ്തോത്രം ഒരു വലിയ പ്രതിസന്ധി നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. 21-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൽ 70,000 പേര് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് നമ്മെപ്പോലൊരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ ജീവിതത്തിന്റെ അകത്തെ പല മേഖലകൾക്കകത്തും തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. സ്തോത്രം. തെറ്റുപറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷം തിരിച്ച് ദൈവസന്നിധിയിലേക്ക് താൻ എന്ത് ചെയ്യും? മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം ഈ ജീവിതത്തിൽ സ്തോത്രം ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാതൊരു മടിയും കൂടാതെ മടങ്ങി വരുന്നിടത്താണ് ദൈവം നമ്മെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്, പിന്നെയും നമ്മെ സ്നേഹിച്ച് നമുക്കെല്ലാ നന്മകളും നൽകി തരുന്നത്. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, ബേർശേബയുമായിട്ടുള്ള പാപം താൻ തെറ്റ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് മുഖാന്തരം ഒരുപാട് പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇവിടെയും തന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ പ്രതിസന്ധി കടന്നു വരിക. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി വന്നു എന്നുള്ളതിനെ പറ്റിയാണ് തുടർന്നുള്ള മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം കർത്താവിൽ ആശ്രയിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. 21-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തിനകത്തെല്ലാം പല ആഗ്രഹങ്ങളുണ്ട്, തോന്നലുകളുണ്ട്. സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പല ആഗ്രഹങ്ങളും പല തോന്നലുകളും നമ്മുടെ ഹൃദയത്തിനകത്തുന്നുണ്ട്. സ്തോത്രം. എല്ലാ തോന്നലുകളും എല്ലാ ആഗ്രഹങ്ങളും അത് ദൈവികമാകണമെന്നില്ല. സ്തോത്രം. നോക്കിക്കേ, ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അഭിഷക്തനായ ഒരു മനുഷ്യന് പറ്റിയ അവന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ഒരു തോന്നൽ മുഖാന്തരം ഇസ്രായേലിൽ 70,000 പേരെന്ത് ചെയ്യുക? മരണപ്പെടുക. അപ്പോൾ സ്തോത്രം ഏത് അഭിഷക്തനും തെറ്റുപറ്റാം. ഹലോ, സ്തോത്രം. ഏത് ദൈവമക്കൾക്കും ഏത് വിശ്വാസികൾക്കും ഏത് ആത്മീയനും തെറ്റു പറ്റാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് പറയട്ടെ. സ്തോത്രം. തോന്നലുകൾ അത് ദൈവത്തിൽ നിന്നുള്ളവയാണോ, അത് ദൈവികമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയണമെന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. തോന്നലുകളോട് ബന്ധപ്പെട്ട് 3 നിലയിൽ നമുക്കിത് ചിന്തിക്കാം. ഒന്ന്, നമുക്ക് തന്നെ സ്വയമായിട്ട് ചില തോന്നലുകൾ ഉണ്ടാകും. സ്തോത്രം. അതിനെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിശാച് നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്ന ചില തോന്നലുകളുണ്ട്. 3-ാമത്തെ മേഖല, ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നൽകി തരുന്ന
ചില തോന്നലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ 3 മേഖലയിലും ഒന്ന് തൊട്ടുപോകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് തന്നെ നമ്മളെപ്പറ്റി തോന്നുന്ന ചില തോന്നലുകളെ പറ്റി വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആരും തന്നെത്താൻ എന്ത് ചെയ്യരുത്? വഞ്ചിക്കരുത്. സ്തോത്രം. സ്തോത്രം. അപ്പൊ നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു മേഖലയുണ്ട്. സ്തോത്രം. നമുക്ക് തന്നെ നമ്മളെ പറ്റി എന്ത് ചെയ്യും? നമ്മൾ ജ്ഞാനിയാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നമുക്കെല്ലാം അറിയാം. സ്തോത്രം. വാസ്തവത്തിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. സ്തോത്രം. നമ്മുടെ നടപ്പും നമ്മുടെ ഇരിപ്പും നമ്മുടെ സ്തോത്രം ആ നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയാന്നുള്ള നിലയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നടക്കുന്നത്. സ്തോത്രം. അവിടെയും ദാവീദ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനിയായ ഒരു മനുഷ്യൻ തന്റെ അധരങ്ങളെ പൂട്ടി മൗനമായിട്ടിരിക്കും. പോഷന്മാരാണ് എല്ലാത്തിനകത്തും കയറി എന്ത് ചെയ്യുന്നത്? അഭിപ്രായം പറയുന്നത്. സ്തോത്രം. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ ജ്ഞാനിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ധാരണ നമ്മളെ പറ്റി ഉണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നു, അങ്ങനെ ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അവനൊരു ഭോഷനാണെന്നാണ് എന്ത് ചെയ്യുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം തന്നെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. സ്തോത്രം. മറ്റൊരു തോന്നലാണ് നമുക്ക് നമ്മളെ പറ്റിയുള്ളത്, നമ്മളങ്ങ് വിശുദ്ധരാണ്. സ്തോത്രം. നമ്മളെല്ലാം തികഞ്ഞ് നമുക്കൊരു കുഴപ്പമില്ല. സ്തോത്രം. ആരെപ്പറ്റിയും എന്ത് അഭിപ്രായവും എന്ത് കമന്റും നമ്മൾ പറയും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യുന്നില്ല? ഒരു കുറവില്ല. സ്തോത്രം. ഇതാണല്ലോ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. 10-ാമത്തെ അധ്യായം നമുക്കറിയാം. ഇസ്രയേലിന് സംഭവിച്ച ചില പരാജയങ്ങളുടെ ലിസ്റ്റ് ആദ്യം പറയുന്നുണ്ട്. 1 തുടങ്ങി സ്തോത്രം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ അവരുടെ പിറുപിറുപ്പിനെ പറ്റിയും അവരുടെ അജ്ഞാരാധനയെ പറ്റിയും എല്ലാം പറഞ്ഞു വന്നിട്ട് അവർക്ക് മരുഭൂമിയിൽ പറ്റിയ അതിനകത്ത് പലരെയും തള്ളിയിട്ടു എന്നൊക്കെ തിരുവചനം പറയുക. എന്നിട്ട് പറയുന്നു, ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് അവസാനം വരികയാണ്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു സംഭവമൊക്കെ നമുക്കറിയാം. സ്തോത്രം. അതിനു മുമ്പ് സ്തോത്രം ഒരുപാട് പേരെല്ലാം തികഞ്ഞവരായി നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി അവരുടെ ഇടയിലേക്ക് വന്ന് കുറെ പേര് എന്ത് ചെയ്തു? മരിച്ചു. സ്തോത്രം. അപ്പൊ ചിലർക്ക് തോന്നി ഞങ്ങൾ എന്തോ വലിയ ആളുകളാണ്. സ്തോത്രം. അടുത്തൊരു ഭാഗത്തിലേക്ക് വന്നപ്പോൾ വേണ്ട പിറുപിറുത്തത് മുഖാന്തരം അടുത്ത കുറച്ച് പേരെന്ത് ചെയ്തു? മരിച്ചു. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഒരുവനൊരു പോരായ്മ സംഭവിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ സ്തോത്രം അതിനെ കൈകൊട്ടി ചിരിക്കുകയല്ല വേണ്ടത്, അത് നിനക്കും വന്ന് ഭവിക്കാം എന്നുള്ള തോന്നലിൽ ദൈവത്തിന് സ്തോത്രം നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നിടത്താണ് നിന്റെ വിജയം ഇരിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ. സ്തോത്രം. അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ അതിനെ വളരെ ഭയത്തോടെ കാണുന്നു. മറ്റൊന്നും കൊണ്ടല്ല. സ്തോത്രം. മോശയ്ക്ക് പോലും വാഗ്ദത്ത കനാൻ എന്ത് ചെയ്തില്ല? അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്നവരിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ള സ്തോത്രം 2 പേർക്ക് മാത്രമാണ് ആ തലമുറയിൽ വാഗ്ദത്ത കനാനിൽ കയറുവാൻ പ്രവേശനം ലഭിച്ചതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം, നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ നിലനിന്ന് പോകണമെന്ന ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് നമ്മളെ പറ്റി ചില തോന്നലുകളുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ജ്ഞാനിയാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. നമ്മൾ ഒരിക്കലും വീണു പോകത്തില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. സ്തോത്രം. ഇതൊക്കെ നല്ല തോന്നലുകളാണ്. പക്ഷേ ഇതിനകത്തൊക്കെ അപകടം പതിയിരിപ്പുണ്ട്. എന്താ നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം, ഒരു ശിശുവിന്റെ ഹൃദയം. എന്താ ശിശുവിന്റെ ഹൃദയത്തിന്റെ ആ പ്രത്യേകത? എന്ത് പ്രതിസന്ധി വന്നാലും, ഇനി അവന് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിന് സ്തോത്രം, ഒരു പ്രയാസം വരുമ്പോൾ ഓടി അവൻ അപ്പന്റെ അടുത്തും അമ്മയുടെ അടുത്തും എന്ത് ചെയ്യും? ഓടിച്ചെല്ലും. ദൈവത്തിന് സ്തോത്രം. അതുപോലൊരു ദൈവത്തിന്റെ ആശ്രയം, ദൈവാശ്രയം നമ്മളിൽ നിന്നുണ്ടാകണമെന്നാണ് ദൈവം നമ്മളെ പറ്റി എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാം ഭാഗം ഞാൻ അവിടെ പറഞ്ഞു നിർത്തുക. നമ്മളെ പറ്റി നമുക്ക് ഇങ്ങനെ ചില തോന്നലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത്. 2-ാമത്തെ ഭാഗത്തിലേക്കൊന്ന് വരാം. സ്തോത്രം. ഇനി നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തന്നെ കൊണ്ടുവരുന്ന ചില തോന്നലുകളുണ്ട്. സ്തോത്രം.
ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായം അതിന്റെ 13-14 വേദവാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 13-14 വേദവാക്യങ്ങൾ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ചിലത് ദൈവനാമത്തിന് വേണ്ടി ചെയ്യണം, ചിലത് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള ചിന്ത അങ്ങനെ ഇച്ഛിക്കാനും അങ്ങനെ താല്പര്യപ്പെടാനും അങ്ങനെ തോന്നുവാനും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ താല്പര്യത്തെ കൊണ്ടുവന്ന് തരുന്നത് ദൈവമാണെന്നാണ് ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് വാക്യങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നത് വെളിപ്പെടുത്തി നൽകി തരുന്നു. അപ്പോൾ സ്തോത്രം, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ ചില നല്ല താല്പര്യങ്ങളെ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തിനകത്ത് ചില നല്ല തോന്നലുകളെ ആര് കൊണ്ടുവന്ന് തരും? സ്തോത്രം, നിശ്ചയമായിട്ടും ദൈവം കൊണ്ടുവന്ന് തരും. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ രാജാവാക്കി മാറ്റി. സ്തോത്രം, ശൗലിനെ രാജാവാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവിടെ ഇങ്ങനൊരു പദമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. സ്തോത്രം. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടവും അവനോട് കൂടെ എന്ത് ചെയ്തു? പോയി. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ രാജാവ് ഉടലെടുക്കുകയാണ്. അതുവരെ ശമൂവേൽ പ്രവാചകനായിരുന്നു ദൂതൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ രാജാവ് വന്നു. സ്തോത്രം. രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ചെറിയൊരു ഗോത്രത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാജാവ് വന്നിരിക്കുന്നത്. സ്തോത്രം. ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് ഇസ്രായേലിന്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ തന്നെ കുറെ പേര് അനുകൂലിച്ചും കുറെ പേര് പ്രതികൂലിച്ചും എന്ത് ചെയ്യുക? നിൽക്കുക. സ്തോത്രം. ആ അധ്യായത്തിൽ തന്നെ അവസാനം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാകും. സ്തോത്രം. അപ്പൊ കുറെ പേര് ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? വന്നു. സ്തോത്രം. അത് വെറുതെ വന്നതല്ല. ദൈവം അവരുടെ ഹൃദയത്തിനകത്ത് ഒരു താല്പര്യം കൊടുത്തിട്ട്, ഇന്ന ആള് രാജാവായിട്ട് വന്നിരിക്കുന്നു, നമുക്ക് ഇവനെ അനുഗമിക്കാം, ഇവനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള നിലയിൽ ദൈവം തമ്പുരാൻ തന്നെ ഒരു കൂട്ടത്തിനകത്തേക്ക്, ദൈവത്തിന് സ്തോത്രം, ഒരു ഹൃദയത്തിനകത്തേക്ക് ഒരു താല്പര്യത്തെ എന്ത് ചെയ്തു? കൊടുത്തു. ഒരു നല്ല തോന്നൽ എന്ത് ചെയ്തു? അവരുടെ ഉള്ളിൽ ജനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറഞ്ഞു വരുന്നത്, അപ്പൊ ദൈവം തരുന്ന നല്ല താല്പര്യങ്ങളുണ്ട്, നല്ല തോന്നലുകളുണ്ട്. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നെഹമ്യാവ് 2:12. എന്നാൽ യെരൂശലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിരുന്നത് നോക്കിക്കേ. സ്തോത്രം. നെഹമ്യാവിന്റെ ഹൃദയത്തിനകത്ത് നെഹമ്യാവ് പറയാണ്, എന്റെ ദൈവം എന്റെ മനസ്സിനകത്ത് ചെയ്യുവാൻ തോന്നിപ്പിച്ചത് യെരൂശലേമിൽ ചിലതുണ്ട്. സ്തോത്രം. അപ്പൊ നമുക്കറിയാം, രാജാവിന്റെ അടുത്ത് നിന്ന് കൽപ്പനയൊക്കെ മേടിച്ച് യെരൂശലേമിന്റെ തകർന്നു കിടക്കുന്ന മതിലിനെ പണിയാൻ, സ്തോത്രം, ഈ നെഹമ്യാവിന്റെ ഹൃദയത്തിനകത്തേക്കൊരു താല്പര്യത്തെ കൊടുത്തത്, സ്തോത്രം, അങ്ങനെ ഒരു തോന്നൽ ജനിപ്പിച്ചത് അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. അങ്ങനെ ഒരു തോന്നൽ ദൈവം തന്നെ ആരുടെ ഹൃദയത്തിനകത്തിട്ടു? ഹലോ, ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിന്റെ ഹൃദയത്തിനകത്ത് ഇട്ടു. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം തന്നെ ചില തോന്നലുകൾ നമുക്ക് എന്ത് ചെയ്യും? തരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആത്മാവിലാണ്, ആത്മാവിന് കീഴ്പ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. സ്തോത്രം. നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് നീ ചെയ്തു കൊള്ളുക. സ്തോത്രം. അത് പറയാൻ കാരണം, ആ സമയമെല്ലാം ദൈവാശ്രയത്തിലായിരുന്നു ആര്? ശൗൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. എന്നാൽ പിന്നത്തെ ഇതിൽ ശമൂവേൽ പ്രവാചകൻ അങ്ങനെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല.
കാരണം എന്താ? ഇപ്പോൾ അവൻ വിശ്വാസത്തിലല്ല, ഇപ്പോൾ ദൈവത്തിലല്ല അവന്റെ ആശ്രയം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മൾ ആത്മാവിലാണ് നടക്കുന്നതെങ്കിൽ, ആത്മാവിന് കീഴ്പ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ, നല്ല താല്പര്യങ്ങൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അത് കറക്റ്റ് ആയിരിക്കും, അത് കറക്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്, നമുക്ക് എപ്പോഴും ആത്മാവിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ ആത്മാവിന് വീണ്ടെടുപ്പ് സംഭവിച്ചു കഴിഞ്ഞു, പക്ഷെ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്തിട്ടില്ല? വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഈ പച്ചയായ ശരീരത്തിനകത്ത്, ഈ ജഡത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നടക്കുക. സ്തോത്രം. ഏത് സമയം നമ്മൾ ആരാധിച്ചല്ല, നമ്മൾ ഇവിടെ വരുമ്പോഴെല്ലാം ആരാധനയും മറ്റു കാര്യങ്ങളും കൂട്ടായ്മയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു പഴയ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ തെറ്റിയും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടെല്ലാം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പാകപ്പിഴകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്തിനകത്താ നമ്മൾ ആയിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ആയിരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന തോന്നലുകൾ പലതും ദൈവികമാകണമെന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മളെപ്പറ്റി ചില തോന്നലുകൾ ഉണ്ട്. ദൈവം തന്നെ ജനിപ്പിക്കുന്ന ചില തോന്നലുകളും ഉണ്ട്. സ്തോത്രം. എന്നാൽ നാം വായിച്ചു വെച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്നത്, ഒരു അഭിഷക്തന്റെ ഹൃദയത്തിനകത്ത് ഒരു തോന്നൽ വന്നു. സ്തോത്രം. എന്താ തോന്നൽ? എന്റെ മുൻപാകെയുള്ള ഈ ബഹുപുരുഷാരത്തെ ഒന്ന് എണ്ണി നോക്കാം. സ്തോത്രം. 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 ദിനവൃത്താന്ത പുസ്തകം 7-ാമത്തെ വാക്യം 21:7 വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഭക്തനായ പുരുഷന്റെ ഹൃദയത്തിനകത്ത് ഈ താല്പര്യം ദൈവത്തിന് അനിഷ്ടമായിരുന്നു. സ്തോത്രം. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഒരു കുറച്ച് ജനത്തെ ഒന്ന് എണ്ണി നോക്കുക, അത്രയല്ലേ ഉള്ളൂ. സ്തോത്രം. ഇതെന്താ ഇത്ര വലിയ പ്രശ്നമാണ്? അതിനകത്തൊരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദാവീദ് ഈ ജനത്തെ എണ്ണി കൂട്ടുകയാണെങ്കിൽ, സ്തോത്രം, ഇനി ഒരുപാട് യുദ്ധങ്ങൾ തന്റെ മുമ്പിൽ നിൽക്കുക. അങ്ങനെ തനിക്കൊരു ബോധ്യം വരികയാണ്, എന്നോട് കൂടെ ഇത്ര ലക്ഷം കാലാൾപ്പടയുണ്ട് എന്നൊരു ബോധ്യം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, സംഭവിക്കാൻ പോകുന്ന അപകടം, ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറിയിട്ട് ആശ്രയം മുഴുവൻ തന്റെ രഥങ്ങളിലേക്കും തന്റെ കാലാൽപ്പടയിലേക്കും എന്ത് ചെയ്യും? കടന്നു ചെല്ലും. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം എത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു കണക്കെടുപ്പ് അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്തനായ പുരുഷന്റെ ജീവിതത്തിന്റെ ആഗ്രഹവും അവന്റെ, സ്തോത്രം, ആ ധൈര്യം മുഴുവൻ എവിടേക്ക് പോകും? തന്റെ സൈന്യത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. ഇത് ദൈവം എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം. സ്തോത്രം. ദാവീദ്, സ്തോത്രം, ഇങ്ങനെ ഹൃദയത്തിനകത്ത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചൊരു കാര്യം, സ്തോത്രം, ഉടനെ യോവാബ് എന്ന് പറയുന്ന തന്റെ സൈന്യാധിപനോട് പറഞ്ഞു, നീ പോയി എണ്ണാൻ പറഞ്ഞു. യോവാബ് ചില ഒഴിവ് കഴിവുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. അത് 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്: എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. നോക്കിക്കേ. സ്തോത്രം. ഇങ്ങനൊരു തോന്നല് ഈ ഭക്തനായ പുരുഷന്റെ ഹൃദയത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, സ്തോത്രം, പിന്നീട് സംഭവിച്ച കാര്യം നമുക്കറിയാം. ദൈവത്തിന് അത് അനിഷ്ടമായിരുന്നത് കൊണ്ട് ദൈവം തന്റെ ദൂതനെ അയച്ചു. സ്തോത്രം. ദൈവത്തിന്റെ പക്കൽ നമ്മളെ സംരക്ഷിക്കാൻ മാത്രമല്ല, നമ്മളെ ശിക്ഷിക്കാനും ദൂതന്മാരുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ ഇതാ ഇസ്രായേലിന് വിരോധമായിട്ട് നിൽക്കുകയാണ്. 1-2 പേരല്ല, 70,000 പേരാണ് കൊല്ലപ്പെട്ടത്. ഹലോ, സ്തോത്രം. ആരുടെ കുഴപ്പം കണ്ട? ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ തെറ്റായ ഒരു തോന്നല് മുഖാന്തരം, സ്തോത്രം, ആ കൂട്ടത്തിനകത്ത് 70,000 പേര് കൊല്ലപ്പെടുകയാണ്. എത്ര പേർക്ക് തങ്ങളുടെ മക്കളെ നഷ്ടമായി, എത്ര കുടുംബങ്ങൾ അനാഥമായി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം വേദനകൾ അത് ഉളവാക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 70,000 പേര് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ 70,000 ശവപ്പെട്ടികൾ, 70,000 കുഴികൾ അവിടെ ഒരുങ്ങി വരികയാ. നോക്കിക്കേ, വലിയൊരു സംഹാരം അവിടെ നടന്നു. എവിടെയാ തുടക്കം? ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് തോന്നിയ ഒരു തോന്നൽ. സ്തോത്രം. ഇവിടെയാണ് ഞാൻ പറയുന്ന സന്ദേശത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നുന്ന തോന്നലുകളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? ഇത് ദൈവികമാണോ? സ്തോത്രം.
എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നത്? സ്തോത്രം. യൂദയുടെ ഒക്കെ കാര്യം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. 13-ാമത്തെ അധ്യായം, യോഹന്നാൻ 13-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യൂദയുടെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? പിശാച് കയറി കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. സ്തോത്രം. അങ്ങനെ പറയാ. സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനും തോന്നലുകളോട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങളിലേക്കൊന്ന് കടന്നു വരാം. സദൃശ്യവാക്യം 14-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദൃശ്യവാക്യം 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായിട്ട് തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഒരു നല്ല തോന്നൽ നമുക്ക് തോന്നി, ഈ വഴി നല്ലതാണ്, ഇത് കറക്റ്റാണ് എന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് മുന്നോട്ട് പോകുമ്പോൾ, സ്തോത്രം, ആ വഴിയുടെ അവസാനം അതൊരു മരണമാണെങ്കിലോ അതൊരു നാശമാണെങ്കിലോ അതെന്തുമാത്രം പരിതാപകരമാണ്. സ്തോത്രം. ഇവിടെയാണ് സ്തോത്രം ഇന്ന് പകലിൽ വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കിടക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന തോന്നലുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? സ്തോത്രം. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു, മനുഷ്യന് തന്നെ ചില തോന്നലുകളുണ്ട്, ദൈവം തരുന്ന ചില തോന്നലുകളുണ്ട്, അപ്പോൾ തന്നെ പിശാച് കൊണ്ടുവരുന്നതായിട്ടുള്ള ചില തോന്നലുകൾ ഉണ്ട്. ഈ തോന്നലുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം. സ്തോത്രം. ഒരു തോന്നൽ നിന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടുന്നൊരു കാര്യം, അത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഹലോ. സ്തോത്രം. അത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു വട്ടം പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഒരു 100 വട്ടമെങ്കിലും കുറഞ്ഞത് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതല്ല ദൈവികമായിട്ട് അത്ര ബന്ധമാണ് നിനക്ക് ദൈവമായിട്ടുള്ളതെങ്കിൽ ആ ഒറ്റ തോന്നൽ മതി നിനക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാം. പക്ഷേ എല്ലായ്പ്പോഴും നമുക്കത് പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ ഞാൻ എടുത്തു പറയുന്നു, ഒന്നല്ല, ഏറ്റവും കുറഞ്ഞൊരു 100 പ്രാവശ്യം പ്രാർത്ഥിക്കണം. ചിലരുടെ തീരുമാനങ്ങൾ, ചിലരുടെ തോന്നലുകൾ ആവേശത്തിൽ നിന്ന് ഉടലെടുക്കാറുണ്ട്. സ്തോത്രം. ഇന്നതൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ പോകാം എന്ന് പറഞ്ഞ ആവേശത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കും. 3-ന്റെ അന്ന് അതെന്ത് ചെയ്യും? തീരും. സ്തോത്രം. ചിലത് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. സ്തോത്രം. അതും പെട്ടെന്ന് എന്ത് ചെയ്യുക? അവസാനിക്കുക. അപ്പോൾ നല്ല തോന്നലുകൾ ഇങ്ങനെ നിലനിൽക്കും. സ്തോത്രം. അത് 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും അത് ദൈവികമാണെങ്കിൽ ഹൃദയത്തിനകത്ത് തന്നെ എന്ത് ചെയ്യും? കിടക്കും. വ്യക്തമായിട്ട് ദൈവം ഒരു ടൈമിൽ അതെന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, നമ്മുടെ തീരുമാനങ്ങൾ ദൈവികമാണോ എന്നുള്ളതിന്റെ ഒന്നാമത്തെ പടി നമ്മൾ പരിശോധിക്കേണ്ടത് ആവർത്തിച്ചു പ്രാർത്ഥിക്കണം. ഒരു കൺഫർമേഷൻ, ഒരു ഉറപ്പ് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചേ മതിയാകും. സ്തോത്രം. നമ്മളൊക്കെ കടന്നു പോകുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങൾ കൂടെ. എന്റെ വിഷയങ്ങളല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും. സ്തോത്രം. നമ്മളൊക്കെ പല മേഖലകൾക്കകത്ത് തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചില തോന്നലുകളൊക്കെ നമുക്ക് വരികയും ചെയ്യാറുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ആ തോന്നലുകളുടെ മേൽ ഇന്ന് പകൽ നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന പരിശുദ്ധാത്മാവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ പടി, തോന്നലുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പടി, സ്തോത്രം, ഒരു തോന്നൽ നിന്റെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ തന്നെ അത് ദൈവത്തിന്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കണം. ദൈവത്തിന്റെ വചനവുമായിട്ട് ചേർന്ന് ഉപദേശപരമായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഈ തീരുമാനത്തിലേക്ക് പോകുന്നത് കൊണ്ട് ബൈബിളിന് ഘടകവിരുദ്ധമായിട്ടാണോ അത് പോകുന്നതെങ്കിൽ അത് വലിയ കുഴപ്പമുണ്ടാക്കും. സ്തോത്രം. ഞാൻ പറയുന്നത് ഈ ആശ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ഉദാഹരണത്തിന്, ഡൈവേഴ്സായി നിൽക്കുന്ന ആരെങ്കിലും, സ്തോത്രം, ഒരു 2ാം വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ, ഒരു പുരുഷനായിക്കോട്ടെ, ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടില്ല, അവരിപ്പോഴും ഉണ്ട്. ഒരു 2ാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തൊരു താല്പര്യമാണ്, ഒരു തോന്നലാണ്, എനിക്ക് വിവാഹം കഴിക്കാം, സ്തോത്രം, നല്ലതാണ് എന്നുള്ളൊരു തോന്നലേക്ക് വരുമ്പോൾ നമ്മളത് എവിടെയാണ് തട്ടിച്ചു നോക്കുന്നത്? ബൈബിളുമായിട്ട് നോക്കണം. ബൈബിളിൽ പറയുന്നു, സ്തോത്രം, വിവാഹമോചനം കഴിയുന്ന പുരുഷൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്ത്രീ എന്ത് ചെയ്യണം? ഏകയായിട്ട് എന്ത് ചെയ്യണം? പാർക്കണം. സ്തോത്രം. കാരണം ഏത് സമയത്തും മറ്റാൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം.
അപ്പൊ ആ തോന്നൽ ദൈവികമാണോ? ലോ, തിരുവചനമായിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇത് ഒത്തുവരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, ഇത് ഒത്തുവരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ തോന്നൽ ദൈവികമല്ല. സ്തോത്രം. നമ്മുടെ ഉള്ളിലെ താല്പര്യങ്ങൾ, നല്ല തോന്നലുകൾ, സ്തോത്രം, അത് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, വചനത്തോട് നീതി പുലർത്തുന്നതാണോ നമ്മുടെ തീരുമാനം എന്നുള്ളത് നമ്മൾ പഠിക്കണം. സ്തോത്രം. എൻ്റെ ഒരു സുഹൃത്ത് പണ്ടൊരു കട തുടങ്ങി. സ്തോത്രം. നാരങ്ങ കച്ചവടവും നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി, സ്തോത്രം, ഒരല്പം ബീഡിയും സിഗരറ്റും ഒക്കെ എന്ത് ചെയ്യാം, വിൽക്കാം. സ്തോത്രം. അപ്പൊ കടയിൽ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വന്നു. അദ്ദേഹത്തെ പാഷ എന്നാ വിളിക്കുന്നത്. പാഷ 2 തണുത്ത സോഡ, 4 സിഗരറ്റ്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇതെടുത്ത് കൊടുക്കുക. നോക്കിക്കേ, ട്രാക്ട് കൊടുക്കേണ്ട കൈകൊണ്ട് തണുത്ത സോഡയും 4 സിഗരറ്റും എടുത്ത് കൊടുക്കുമ്പോ ദൈവവചനത്തിന് അത് നിരക്കുന്നില്ല. തീരുമാനം പാളി, തീരുമാനം തെറ്റി. ആ തോന്നൽ ദൈവികമല്ല. ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ നീതിയിലേക്ക് നടത്തേണ്ടതിനായി വിളിക്കപ്പെട്ട ഒരുവൻ, അവന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനൊരു താല്പര്യം വന്നു കഴിഞ്ഞപ്പോൾ അവരെ നാശത്തിലേക്ക് നയിക്കുന്നതിന് അവൻ എന്ത് ചെയ്യാണ്? സ്തോത്രം, കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത്, തോന്നലുകൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദൈവവചനവുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്, നമ്മളെ ചതിക്കാത്ത, നമുക്കേറെ വിശ്വാസമുള്ള ഒരാളുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം. മെന്റർ ഉണ്ടായിരിക്കണം. സ്തോത്രം. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ അഭിഷക്തർക്കും ഇങ്ങനെ ഒരു മെന്റർ ഉണ്ടായിരുന്നു. സ്തോത്രം. ഏലിശയ്ക്ക് ഏലിയാവ് ഉണ്ടായിരുന്നു. തിമത്യോസിന് പൗലോസ് ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം വരെ പൗലോസിനെ നയിച്ചുകൊണ്ടിരുന്നത് ബർന്നബാസ് ആയിരുന്നു. ഇങ്ങനെ നോക്കിക്കേ, എല്ലാവർക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മെന്ററുകളുണ്ട്. സ്തോത്രം. ചില വിശ്വസ്തന്മാരുണ്ട്. നോട്ടീസ് അടിക്കുന്നവനോടെല്ലാം പറയാൻ നിൽക്കരുത്. സ്തോത്രം. വാട്സപ്പിൽ നീ കേട്ടോ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നവനോടൊന്നും ഒന്നും പറയാൻ നിൽക്കരുത്. ചില വിശ്വസ്തന്മാർ നമുക്ക് ഉണ്ടാകണം, എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന. സ്തോത്രം. നമ്മളെ ചതിക്കാത്ത ചിലരുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്തോത്രം, എനിക്കറിയാം, എന്നെ പലരും വിളിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും, അയ്യോ പാസ്റ്റർ അത് ശരിയാട്ടോ, ഞാൻ ആ പോയിന്റ് എന്ത് ചെയ്തില്ല, ഓർത്തില്ല, ഞാൻ ആ ഭാഗം എന്ത് ചെയ്തില്ല, ചിന്തിച്ചില്ല. ഇനി ഞാൻ പലരെയും വിളിച്ചു ചോദിക്കാറുണ്ട്. എന്റെ അധ്യാപകരോടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും വിശ്വസ്തതയുള്ള കോഴിക്കോട് ഇല്ലാത്ത ആളുകളോട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ശരിയാണല്ലോ, ഞാൻ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളൊക്കെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളും ചിന്തകളും തോന്നലുകളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകാം. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പല വിഷയങ്ങളുടെ മധ്യത്തിൽ. എന്നാൽ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എത്ര പേർക്ക് ഈ ദൂതിന് മുൻപാകെ ഒന്ന് കീഴ്പ്പെടാൻ മനസ്സുണ്ട്? ദൈവത്തിന്റെ സന്നിധാനത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട്ടുകാര്യങ്ങളായിരിക്കാം, ഉപജീവന മാർഗങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കാം, തലമുറകളോട് ബന്ധപ്പെട്ടായിരിക്കാം, ശുശ്രൂഷകളോട് ബന്ധപ്പെട്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ ഹൃദയത്തിനകത്തുള്ള താല്പര്യമില്ലേ, ആ തോന്നലില്ലേ, അത് ദൈവികമാണോ എന്നുള്ളത് ദൈവസന്നിധിയിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചൊരു തീരുമാനത്തിലേക്ക് വരുവാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന് നിരക്കാത്ത ഒരു തോന്നലും കർത്താവേ എന്റെ ജീവിതത്തിനകത്തുണ്ടാകരുതെന്ന് ഇതിന്റെ നടുവിൽ എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നല്ല മെന്റേഴ്സ് ഞങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് നല്ല ആലോചനക്കാരനായി ഞങ്ങളോട് കൂടെ വസിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എനിക്ക് ബോധിച്ച പുരുഷൻ എന്ന് പറയുന്നവനെ മുഖാന്തരം 70,000 പേര് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനകത്ത് അതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകും. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേദനയായിട്ട് അത് മാറും. അങ്ങനെയെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ
ദൈവത്തോടൊന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.